കടയിൽ പോകണം. വൈകുന്നേരം ഇപ്പം ഭയങ്കര വിശപ്പ്. വെറുതെ ഇരുന്നപ്പോൾ ഓർത്തു ഫുഡ് കഴിക്കാൻ. അല്ല, ഫുഡ് കഴിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെവി ഫുഡൊന്നും കഴിക്കാതെ ദോശ കഴിക്കാൻ തോന്നി. മസാല ദോശയോ പൂരിയോ എന്നാ ചോദിച്ചാൽ നെയ് റോസ്റ്റോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ തോന്നി. അപ്പോൾ അയ്യോ ഭയങ്കര ബ്ലോക്കുമാണ്. അങ്ങനെ നമ്മൾ ഇഡ്ഡലിക്കടയിലെത്തി. വണ്ടിയൊക്കെ ഒരു സൈഡിൽ പാർക്ക് ചെയ്തിട്ടിട്ട്, അടുത്തൊന്നും പാർക്ക് ചെയ്യാൻ ഇട കിട്ടിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പാർക്ക് ചെയ്ത് ഇഡ്ഡലിക്കടയിലെത്തി. അപ്പോൾ അവിടെ എത്തിയപ്പോൾ നമുക്ക് സർവീസിന് വന്നൊരു ചേട്ടൻ, നല്ല ചിരിച്ച മുഖത്തോടെ ഒരു ചേട്ടൻ. ഇവർ രാവിലെ ഡ്യൂട്ടി തുടങ്ങുന്ന ആൾക്കാരാണ്. ഇവിടുത്തെ തിരക്കെന്ന് പറഞ്ഞാൽ ഇവിടെ കയറിയിട്ടുള്ളവർക്കൊക്കെ അറിയാം, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തിരക്കാണ്. ചില സമയത്ത് കസേരയൊന്നും കിട്ടാതെ, ടേബിൾ കിട്ടാതെ നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്തിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടൊക്കെയാണ് നമുക്ക് ടേബിൾ കിട്ടുന്നത്. എന്നിട്ടും ഇത്രയും സമയം നമ്മൾ ചെന്നപ്പോൾ ഒരു 8:30 എങ്ങാണ്ടായി, 8:30-9 ആകാറായി. ആ ചേട്ടൻ അപ്പോഴും നല്ല എനർജി ആയിട്ട് നിന്ന് സെർവ് ചെയ്യുന്നു. ജോജിയോടൊക്കെ ആണെങ്കിലും ഭയങ്കര എന്നാ വേണം എന്നൊക്കെ ചോദിച്ച്, ഇത് കഴിക്കുക അത് കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് ഓർഡർ എടുക്കുന്നൊരു ഭയങ്കര സന്തോഷമുള്ളൊരു മനുഷ്യൻ. അപ്പം നമ്മളെ ഇതിന് മുന്നേ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ വെച്ചാൽ നമ്മൾ എന്നും അവിടെ ചെല്ലുന്നതാണ്. പക്ഷേ ഒരു ആഴ്ചയിൽ ഒരു 2 തവണയേലും പോകുന്ന കടയാണ് ഇഡ്ഡലി കട. അപ്പം ആ ചേട്ടൻ ഓരോ വിശേഷമൊക്കെ ചോദിച്ച് നമ്മുടെ ഓർഡറൊക്കെ എടുത്ത്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ആ ചേട്ടൻ്റെ പേര് ചോദിച്ചു. രവി എന്നാണ് ആ ചേട്ടൻ്റെ പേര്. ആ ചേട്ടൻ തിരുനെൽവേലിക്കാരനാണ്. ഈ തമിഴ്നാട്ടുകാർക്കല്ലെങ്കിലും മലയാളികളോടാണ് സംസാരിക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമുള്ള ആൾക്കാരായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പം അങ്ങനെ ഞാൻ ഇഡ്ഡലിക്ക് ഓർഡർ ചെയ്തത്, ജെയ്സൺ മസാല ദോശ, ജോജി ഒരു പനീർ ദോശ പറഞ്ഞു. അങ്ങനെ എൻ്റെ ഇഡ്ഡലി പക്ഷേ ആദ്യം കിട്ടി, അവരുടേത് കുറച്ച് താമസിച്ചാണ് കിട്ടിയത്. ഞാൻ ആദ്യമേ തന്നെ കഴിക്കാനും തുടങ്ങി. എനിക്ക് അവിടുത്തെ ചട്നി ഭയങ്കര ഇഷ്ടമാണ്. 3 കട്ടൂരയിൽ നല്ല ഒരു മിൻറ്റ് ചട്നിയുണ്ട്, ബാക്കി 2 ചട്നി ഒരു തേങ്ങാ ചട്നിയാണെന്ന് തോന്നുന്നു. പക്ഷേ എന്തായാലും ചട്നിയൊക്കെ സൂപ്പർ ചട്നിയാണ്. എനിക്ക് അവിടുത്തെ ചട്നിയാണ് ഭയങ്കര ഇഷ്ടം. ജോജിക്ക് പക്ഷേ സാമ്പാർ, ഒരു തൊട്ടി സാമ്പാർ കിട്ടിയാലും ജോജി അത് കഴിക്കും, അത്രയ്ക്ക് സന്തോഷമാണ്. അപ്പോൾ ഉഴുന്നുവട കൊണ്ടുവന്നു, ഉഴുന്നുവട കൂട്ടി ജോജി കഴിക്കുകയാണ്. ജോജി ഇരുന്ന് ബോറടിച്ചു, ജോജിയുടെ ദോശയ്ക്ക് താമസം ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ ആ ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഓരോ കറികളെ പറ്റിയാണേലും, പിന്നെ ഇപ്പോൾ ആ ചേട്ടൻ പറഞ്ഞത്, ആ ചേട്ടൻ അടുത്ത ടേബിളിലെ ആൾക്കാരൊക്കെ ആ ചേട്ടൻ്റെ സ്ഥിരം കസ്റ്റമേഴ്സാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ വരുമ്പം ഇപ്പം നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പോഴാണേലും നമ്മളെ പരിഗണിക്കുന്ന ഒരാളെ കിട്ടുമ്പോൾ, നമുക്ക് സപ്ലൈക്കൊക്കെ കിട്ടുമ്പം ഭയങ്കര സന്തോഷമാണല്ലോ. നമ്മളോട് എന്നാ വേണം എന്നൊക്കെ സ്നേഹത്തിൽ ചോദിക്കുന്ന ഒരാളിനെ കിട്ടുമ്പോൾ. അപ്പോൾ ആ ചേട്ടൻ വന്ന് നിന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് തന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ഞാൻ ഫുഡ് നേരത്തെ കഴിച്ചു കഴിഞ്ഞു, എനിക്ക് നേരത്തെ ഫുഡ് കിട്ടി. ഇവർക്ക് താമസിച്ചാണ് കിട്ടിയത്, അതുകൊണ്ട് അവർ കഴിക്കുന്നുള്ളൂ. ഞാൻ ഇലയൊക്കെ ക്ലീൻ ചെയ്ത് ഇരുന്നു. എന്നിട്ട് ജോജിയുടെ ഇലയിലെ ചട്നി, അത് മിൻറ്റ് ചട്നിയാണ്. ജോജി അതൊന്നും കഴിക്കാറില്ല. ജോജിക്ക് എന്ത് ചട്നിയോ എന്ത് കഴിക്കണ്ടെങ്കിൽ ജോജിക്ക് ഏത് സാധനം കഴിക്കുമ്പോഴും ദോശ, സാമ്പാർ, അതാണ് ജോജിയുടെ മെയിൻ. സാമ്പാറിനാണ് ജോജി ഇവിടെ വരുന്നത്. ഇവരുടെ സാമ്പാറിന് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ എനിക്ക് സാമ്പാറിനേക്കാളും ചട്നി കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ചട്നി കഴിച്ചു. അപ്പം ഞാനും ജെയ്സനും കൂടെ ആണെങ്കിലും ചട്നിയെ പറ്റിയൊക്കെ സംസാരിച്ചിരുന്ന് കഴിച്ചു, ഭയങ്കര മനസ്സ് നിറഞ്ഞ് കഴിച്ചു. പക്ഷേ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇവിടുത്തെ വോയിസ് തന്നെ എടുക്കാം എന്ന് വിചാരിച്ചിട്ട് കയറിയതാണ്. പക്ഷേ ഭയങ്കര വോയിസായിരുന്നു, ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഭയങ്കരമായിട്ട് കിട്ടുന്നു. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ വോയിസിന് മേളിലാണ് ആ വോയിസ്. അപ്പം നമ്മളെന്നാൽ വോയിസ് ഓവർ ഇടാമെന്ന് വിചാരിച്ച് അങ്ങനെ വോയിസ് ഓവർ ഇടുന്നത്. പിന്നെ നമ്മൾ ബില്ലൊക്കെ അടച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഞാനും ജോജിയും കൂടെ റോഡ് ക്രോസ് ചെയ്തു. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു റോഡിലൊന്നും. നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് ഇച്ചിരി ദൂരെയാണ്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനിടയില്ല. അപ്പം ആരാണ് ഇത്രയും വലിയ മഹാനല്ലേ വണ്ടി എടുക്കാൻ മേലാത്തപോലെ ഓട്ടം പാർക്ക് ചെയ്തു. ഇതുപോലെ വണ്ടി എടുക്കാൻ മേലാത്തപോലെ ആരിലും പാർക്ക് ചെയ്യും. ഞാൻ എങ്ങനെ കയറൂല പുള്ളി വിചാരിച്ച്. നമുക്കേ എനിക്കൊരു ഗിഫ്റ്റ് കൊടുക്കും, ഷർട്ട് വേണം, അതും കൂടെ എടുത്തിട്ട് പോവേ. ബാർക്കോഡല്ലേ, നീ എന്നാ ബ്രൊക്കോഡെന്ന് പറഞ്ഞു. ഓണമൊക്കെ അങ്ങനെ, നമ്മുടെ ഓണമൊക്കെ അങ്ങനെ സന്തോഷമായിട്ട് കഴിഞ്ഞു. ഓണം കഴിഞ്ഞ് നമ്മൾ വെറുതെ വീട്ടിലിങ്ങനെ ഇരുന്നപ്പം രാത്രിയായപ്പോൾ ഫുഡ് അടി തുടങ്ങി. പിന്നെ രാത്രി ഫുഡ് കഴിച്ചാലും നമ്മൾ കൂടുതലും ഇഡ്ഡലിക്കടയിലൊക്കെയാണ് പോകുന്നത്. കുഴപ്പമില്ല, നൈറ്റ് ഫുഡായിട്ട് ജയിക്കുമായിരിക്കും. നമ്മൾ രാത്രിയിൽ കറങ്ങി തിരിഞ്ഞ് വെറുതെ നടക്കുക. എന്നും നമ്മൾ രാത്രി വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നു. ഇന്ന് നമ്മൾ രാത്രി കറങ്ങി വെറുതെ വണ്ടി ഓടിച്ച് എന്തെങ്കിലുമൊക്കെ
കിലോമീറ്റർ അല്ലേ സ്പീഡ്. എന്നാ മേടിക്കാനാ ജോജി, നമ്മളെന്നാ മേടിക്കാനാ പോകുന്നത്? നമ്മളെങ്ങോട്ടാണ് പോകുന്നത്? അല്ല, വണ്ടി വീട്ടിലേക്ക്. വണ്ടി നിറച്ചൊന്നും കാണരുത്. അവരെ അടിച്ചിരുന്ന ഡോറൊക്കെ ചടക്കിപ്പോയ. കൈ ഊരിപ്പോയി. ഞാനൊന്നും കാണിച്ചല്ല, കൈ ഊരിപ്പോയി. ആ പ്രതിമയെ മറിച്ചിട്ടു. ഞാൻ ഒന്നും മറിച്ചിട്ടില്ല. അവിടെ വെക്കി, ഇനി അതിന്റെ പൈസ കൊടുക്കേണ്ടി വരും. കലാഷ്നിക്കാവോ? ആ കലാഷ്നിക്കാവോ? ഇതെങ്ങനെയുണ്ട്? അല്ല, ആ കൊള്ളാമെങ്കിൽ ബില്ല് കൊടുത്തോ. അത് എക്സൽ അല്ലേ, ഡബിൾ എക്സലോ? പെണ്ണുങ്ങളുടെ കളറാ അത്. അങ്ങനല്ലേ നീ ചീപ്പ് മേടിക്കുമ്പോ അങ്ങനെയല്ലേ പറയുന്നത്? എന്നാത്ത സാധനം ഉണ്ടെന്ന് പറഞ്ഞാലും മാളിൽ ഓരോ പ്രാവശ്യം വന്ന് ഓരോന്നോരോന്ന് നടന്ന് വാങ്ങാൻ പോകും. അതെ, എന്നിട്ട് വാങ്ങിക്കുകയല്ല. പക്ഷെ മാളിൽ വരുമ്പോ ഷോപ്പിങ്ങിന് പോയതുപോലെ തന്നെയാണ്. ഷോപ്പിംഗ് പറഞ്ഞാൽ നീ കളിയാക്കൊന്നും വേണ്ട. ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം വന്ന സാധനമൊക്കെ മേടിച്ച. എനിക്ക് ആകെപ്പാടെ ആപ്പിൾ മാത്രം മതിയായിരുന്നു. എനിക്ക് ഇവിടുത്തെ ആപ്പിൾ തന്നെ എനിക്കിങ്ങനെ ഞെക്കി ചളുങ്ങിയിട്ടുണ്ടോ എന്ന് ഞെക്കി നോക്കിയിട്ടുണ്ട്. ഞാൻ ഞെക്കി ചളുക്ക് വന്നിട്ട് അവിടെ വെച്ച. ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇതിനൊന്ന് ചീത്ത പറയാനുള്ളതാണ്. ഇതേ ഒരു പാട് വരുന്ന ആപ്പിൾ പെട്ടെന്ന് അഴുക്കായി പോകും. അതുകൊണ്ടാണ്. നാളെ അല്ല നാളത്തെ ഞാൻ ജ്യൂസ് അടിക്കുകയല്ലേ അമ്മേ? ദിവസം ഒരെണ്ണമല്ലേ ഒരു ദിവസം ജ്യൂസ് അടിക്കും. എനിക്കൊരാഴ്ചത്തേന് വേണ്ടി ഞാൻ ഒരു തവണ വരുമ്പോൾ ഞാൻ ഒരാഴ്ചത്തേനുള്ള ആപ്പിൾ വാങ്ങിക്കൊണ്ടാ പോകുന്നത്. കുക്കമ്പർ ഇല്ലാതെ ലൈഫില്ല. എടാ വണ്ണം കുറയ്ക്കാം. പക്ഷേ രാത്രി ചില ദിവസമല്ലേ നമ്മൾ പുറത്ത് പോയി ഫുഡ് കഴിക്കുള്ളൂ. അല്ലാത്ത ദിവസമൊക്കെ വീട്ടിൽ നിന്നല്ലേ കഴിക്കും. അത് ഞാൻ പറയുന്നത് മന്തിയോ അൽഫാമോ ഒക്കെ മേടിക്കാൻ. അതാ അതിൻ്റെ കൂടെ കുക്കമ്പർ കിട്ടും. ഇത് സാലഡായിരുന്നു. സാലഡ് നീ എന്നാ വിട്ട് വെച്ചാലും ഞാനുണ്ടല്ലോ ഒരു മാസം കൊണ്ടൊരു 4 കിലോ കൊണ്ട്. എനിക്ക് 4 കിലോ കൊണ്ടാണ് അത് കൂടുതൽ പറയണ്ട. 4 കിലോ ജസ്റ്റ് 4 kg. ഇന്ന് കുറച്ച് സാധനം വാങ്ങിച്ചോളൂ. ജോജി, നിന്റെ കയ്യിലുള്ള 3 പാക്കറ്റ് കാണിച്ചാ? 3 ഇല്ല, 2 പാക്കറ്റ്. ഒരെണ്ണം വയറാത്തോട്ട് പിടിച്ച. ഓ 6 പാക്കാണോ? 3 പാക്കറ്റ് അല്ല, 2 പാക്കറ്റും ഒരെണ്ണം അവൻ്റെ വയറും. എവിടെ കൊച്ചകത്തോട്ട് നമുക്ക് അകത്തൊന്നും വണ്ടി ഇടാൻ ഇട കിട്ടിയില്ല. നമ്മളൊന്നും ശ്വാസം വിട. ക്യാമറ ഓഫ് കിട്ടണം. ശ്വാസം തിരിഞ്ഞു നിന്നാ ശ്വാസം വിട്ടു. പക്ഷെ രാത്രി പുറത്തു പോകാൻ നല്ല രസമല്ല. എനിക്ക് രാത്രി പുറത്തു പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ലൈറ്റൊക്കെ കണ്ട് ടേസ്റ്റ് ചെയ്യാൻ നോക്കിയിട്ടേ ചെയ്തിട്ടുള്ളത്. എൻ്റെ മന്ത്രിമാർക്കൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ടല്ലേ കൊടുക്കുള്ളൂ. ഈ മന്ത്രിയല്ല. അതെ, ടേസ്റ്റ് ചെയ്തില്ലേ, കഴിഞ്ഞില്ലേ? നല്ല ടേസ്റ്റ്. പക്ഷെ മധുരമല്ലേ വൈകുന്നേരം. ഞാൻ മന്ത്രിയല്ല, ഞാൻ പഠനാണ്. എൻ്റെ ടേസ്റ്റ് ചെയ്യണ്ട. പഠനാണെങ്കിൽ നിങ്ങളെ മുമ്പാണ്. ഇവിടെ താഴത്തെ പാല് ടേസ്റ്റ് ചെയ്ത് ആ ഐസ്ക്രീം അവിടെ വെച്ച്. കടയിൽ കയറി ഇഡ്ഡലി, മസാല ദോശ, പനീർ ബട്ടർ മസാല, ഉഴുന്നുവട, ചായ അല്ല കാപ്പി. അത് കഴിഞ്ഞിട്ട് വെൽവെറ്റ് ടോസ്റ്റ്. എന്നാലും അതിൻ്റെ ഓപ്പോസിറ്റ് ഫർസി മന്തിയുണ്ട്. എല്ലാം കണ്ടുകൊണ്ടിരുന്നത് നല്ല രസം. നല്ല ആംബിയൻസ് ആയിട്ടുണ്ട് കഴിക്കാൻ.
വെട്ടമൊക്കെ കണ്ട് രാത്രി കറങ്ങി നടന്ന ഫുഡൊക്കെ കഴിച്ച് കഴിക്കുന്ന എനിക്ക് രാത്രി കറങ്ങി നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒന്നുമില്ല. ഇതെന്നെ ജോജി മോട്ടോർ വരെ വെള്ളം അടിക്കുന്നു. ഞങ്ങൾ അവൻ മിൽക്കൊറവ് മേടിച്ചോളാം. പകുതി നിന്നു. നമുക്ക് ഇവിടുന്ന് ഇറങ്ങിയിട്ട് വണ്ടിക്കടയിൽ കയറിയാലോ? വയറ് പൊട്ടിച്ചാവും. മധുരം കുറഞ്ഞ ഷെയ്ക്ക് അല്ലോ അവിടെ? മധുരം കുറഞ്ഞ ഷെയ്ക്ക്. മധുരം ഷെയ്ക്ക് വിത്തൗട്ട് വേണം. ജോയലിന്റെ കൂട്ട് ഈ മധുരം പായസം വിത്തൗട്ട് ചോദിച്ചാലാ. ജോയലോ പായസത്തിന് വിത്തൗട്ട്? അത് അവര് വട്ടാണ്. അവര് പഞ്ചസാര അലർജി ആണ്. പഞ്ചസാര കഴിക്കാൻ പാടില്ലെന്നൊക്കെയാണ് പറയുന്നത്. ഡോക്ടേഴ്സൊക്കെ പറയുന്നത് എങ്ങനെയാണ്? ഞാൻ കുറേ ദിവസമായിട്ട് പഞ്ചസാര കഴിക്കുന്നില്ല, കാപ്പിക്കൊന്നും അത് കഴിക്കുന്നില്ല. അപ്പം എനിക്കൊരു ഷെയ്ക്ക് കഴിക്കാമല്ലോ. സാധാ ചെയർ ഇവിടെ വെളിയിൽ വെച്ചിട്ടിരിക്കാം. ഇത് നമുക്ക് റോഡ് കാണാം. ഇവിടെ ഇങ്ങനെ പൊക്കത്തിൽ കയറി ഒരു വെറൈറ്റി നല്ല രസമല്ല. ലൈറ്റ് എനിക്ക് എൻ്റെ ചെറുപ്പത്തിലോട്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തോട്ട് എനിക്ക് ഈ സമയത്ത് ലൈറ്റ് വെട്ടമൊക്കെ നമ്മൾ നടക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അമ്മയ്ക്ക് തരാതിരിക്കാതെ പെട്ടെന്ന് കുടിച്ചു തീർത്തിട്ട് അവന് നെറുകെ കയറി ചുമക്കുന്നുണ്ടായിരുന്നോ? കുടിക്കട്ടെ കുടിക്കട്ടെ. എനിക്ക് വേണേ ഞാനൊരു ഷെയ്ക്ക് മേടിച്ചു. അതെ. എഴുതരുത് എഴുതരുത്. ഇത് എൻ്റെ വണ്ടിയാണോ നിന്റെ വണ്ടിയാണോ? വണ്ടി ആരുടെ വണ്ടി? പറ വണ്ടി. വണ്ടി എന്റെ വണ്ടി. എന്നാ ഞാൻ എഴുതും. എഴുതരുത് എഴുതരുത് എഴുതരുത്. എഴുതും. ഇല്ല എഴുതരുത്. ചിന്താവിഷ്ടിയായ ശ്യാമളയും കോമളയും ഒന്നുമല്ല നമ്മുടെ ഇവിടെ ഉള്ളൂ. പക്ഷെ ഇന്നിവിടെ ആള് കുറവല്ലേ? മറ്റേ ഈ സമയം ഒരു പാതിരാത്രി 2-3 മണി വരെയൊക്കെ ഭയങ്കര ആളുള്ള സ്ഥലമായത്. പകല് പോലെ ആളാണ്. ഇപ്പം വണ്ടി ഇടാൻ പക്ഷേ ഇടയില്ല കേട്ടോ. വണ്ടി ഇടാൻ ഇടയില്ലല്ലോ. എപ്പോൾ തുടങ്ങിയ കറക്കല്ലേ ജേസ? കറങ്ങി പാതിരയായി. ഇനിയിപ്പോൾ വീട്ടിൽ പോകാം. ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞാൽ നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ വീട്ടിലോട്ട് പോകാനായിട്ട് നിൽക്കുക. അപ്പോൾ കുറച്ച് നേരം കൂടെ നിന്ന് ലൈറ്റും വെട്ടമൊക്കെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഒരു 2 ദിവസം കൂടെ കഴിഞ്ഞ്, അതായത് ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ്, 2 ദിവസം കൂടെ കഴിഞ്ഞാൽ സ്കൂൾ തുറക്കും. അപ്പോൾ പിന്നെ രാത്രി കറക്കം നടക്കുകയില്ല. നേരത്തെ കിടന്നുറങ്ങണം, നേരത്തെ എഴുന്നേൽക്കണം. നമ്മുടെ വീട്ടിലൊരു സ്റ്റുഡൻ്റ് ഉണ്ട്. എന്നോട് ഓണം എങ്ങനെ ഉണ്ടായിരുന്നൊക്കെ ചോദിച്ചല്ലേ? അമ്മയുടെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? പ്രാവശ്യത്തെ ഓണം കുഴപ്പമില്ലായിരുന്നു. ഞാൻ വീട്ടിൽ നമ്മൾ ഓണം ആഘോഷിച്ചില്ല, സ്പെഷ്യലൊന്നും ഉണ്ടാക്കിയില്ല. എങ്കിലും താഴെ ടീച്ചറിൻ്റെ അവിടെ പോയി അത്തപ്പൂക്കളം ഇട്ടു, സെറ്റും മുണ്ടും ഇട്ടു, ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഹൗസിംഗ് കോളനിയുടെ ഓണാഘോഷം ഉണ്ടായിരുന്നു വിദ്യാനഗറിൻ്റെ. അപ്പോൾ അതിൽ കൂടി കുറേ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തു. സമ്മാനം കിട്ടി. കടലവർക്ക് പേന 1ാം സമ്മാനം. കടലവർക്ക് പേന 1ാം സമ്മാനം ടീച്ചറിനാണ്. ആദ്യത്തെ ഇതിൽ സെക്കൻഡ് ഞാനും ഫസ്റ്റ് ടീച്ചറും വന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഈ 2 റൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് സെക്കൻഡും വന്നവർ തമ്മിൽ മത്സരിച്ചു. പക്ഷെ ഞാൻ ലാസ്റ്റ് ആയിരുന്നു എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ കടല ഇടുന്നതിന് മുന്നേ തന്നെ ഞാൻ പോയി. എനിക്ക് ശ്വാസം കിട്ടിയില്ല. പെട്ടെന്ന് കടല താഴെ പോയി. പിന്നെ പേപ്പർ വെച്ച കടല ഉരുണ്ടുപോയായിരുന്നു. അതുകൊണ്ട് ഞാൻ സമ്മാനം ഉണ്ടോ എന്ന് നോക്കിയില്ല. പേര് വിളിച്ചപ്പോഴാണ് സമ്മാനം ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ സദ്യ ഉണ്ടായിരുന്നു, രാത്രിയിലെ ഫുഡ് അവിടെ ആയിരുന്നു. അങ്ങനെ ഓണം ആഘോഷിച്ചു. പക്ഷേ ഇപ്രാവശ്യം വീട്ടിൽ പോയില്ല. ആഘോഷം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മൂവാറ്റുപുഴ ഹോളിമാൻഡിയുടെ ഓണാഘോഷത്തിന് നമ്മളാണ് പായസം ഉണ്ടാക്കിയത്. പായസം ഉണ്ടാക്കിയത് നമ്മുടെ 230-35 ലിറ്റർ 235 ലിറ്റർ പായസം നമ്മളുണ്ടാക്കി. ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ പാലട മേൽനോട്ട് ഞാനാണ് ഉണ്ടാക്കിയത്. പക്ഷേ പിള്ളേർ സെറ്റെല്ലാം കൂടി കേട്ടോ. അവരുടെ ഇളക്കൊണ്ട് എളുപ്പമുണ്ടായിരുന്നു. ഒരുപാട് കഷ്ടപ്പെടാതെ പായസമായി. പക്ഷേ നമുക്ക് അതിൽ കൂടുതൽ പിന്നെ വിളിച്ച് ഓർഡറൊക്കെ വന്നു. നമ്മൾ 160 ലിറ്ററോ അങ്ങോട്ടല്ലേ നമ്മൾ ഓർഡർ വിളിച്ച് 230 പടപടി ചൂടപ്പം പോലെ വിറ്റ് കഴിഞ്ഞു. അടുത്ത തവണ നമ്മൾ ഈ 400 ലിറ്റർ ഉണ്ടാക്കുന്നത്. പക്ഷേ എന്നാലും സന്തോഷമായിരുന്നു. രാത്രി മുഴുവൻ ഉറക്കളച്ചെങ്കിൽ
ഭയങ്കര സന്തോഷമായിരുന്നു. പായസത്തിന് നല്ല അഭിപ്രായം കിട്ടി, നല്ലോണം കിട്ടി കിട്ടും. അങ്ങനെ ഈ വർഷത്തെ ഓണത്തിൻ്റെ വിശേഷം അതൊക്കെയായിരുന്നു. സദ്യ ടീച്ചറിൻ്റെ നമുക്ക് ഓണത്തിൻ്റെ സദ്യ ടീച്ചറിൻ്റെ അവിടെയായിരുന്നു. പായസം സമൃദ്ധമായ സദ്യ ടീച്ചറുണ്ടാക്കി. ഞാൻ പായസമൊക്കെ ഉണ്ടാക്കി ക്ഷണിച്ചെന്ന് കിടന്നുകൊണ്ട് ടീച്ചറെ എനിക്ക് മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവരും. പിന്നെന്താ, അതൊക്കെയായിരുന്നു ഇപ്രാവശ്യത്തെ ഓണം. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തുല്യമായ ദിവസം നോക്കി ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതായിരുന്നു. അപ്പം നമ്മുടെ ഒരു ദിവസത്തെ വൈകുന്നേരം എപ്പോഴാണ് ഒരു 6-7 മണിയായിട്ട് ഇറങ്ങിയതാണ്. കറങ്ങി തിരിഞ്ഞപ്പോൾ ഒരു 11 മണി 12 മണിയാണ് ഇറങ്ങിയത്. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഇതിലെ കറങ്ങി തിരിഞ്ഞ് നടന്നിട്ട് കുറേ നേരം കൂടെ വണ്ടിയും വെട്ടമൊക്കെ കാണാറുണ്ട്. എനിക്കിങ്ങനെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, രാത്രിയിലെ വെട്ടമൊക്കെ കാണാറ്. അപ്പോൾ കുറച്ച് നേരം കൂടെ ഒക്കെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടന്നിട്ട് നമ്മൾ വീട്ടിൽ പോകും, കുടിക്കും. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയുടെ വിശേഷം. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം. രാത്രി ഇതുപോലെ ട്രിപ്പടിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം. അപ്പോൾ ടാറ്റാ. ഇനി അടുത്ത വീഡിയോയിൽ വേറെ എന്തെങ്കിലും പുതിയ കണ്ടൻറ്റൊക്കെ ആയിട്ട് കാണാം.